ഹായ് ഹലോ. ഞാനും ഏട്ടനും കൂടി കൊച്ചിയിലൊരാവശ്യത്തിന് വന്നപ്പോഴാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയതാണ് ഈ വെസ്റ്റേൺ കേറ്റേഴ്സിൽ. നമ്മുടെ പനമ്പള്ളി നഗറാണ് വരുന്നത്. ഇതൊക്കെയാണ് അവരുടെ മെനു. 2 മണി കഴിഞ്ഞുകൊണ്ട് ചോറ് കിട്ടുമെന്നുള്ള സംശയത്തിലായിരുന്നു ഞാനും ഏട്ടനും കൂടി കയറിയത്. പക്ഷേ ഭാഗ്യത്തിന് അവിടെ മീൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 മീൽസും പിന്നെ ഏട്ടനൊരു ബീഫ് ഫ്രൈയും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബുഫേ പോലെയാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചോറും കറികളും ഒക്കെ എടുക്കാം. ഞങ്ങൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ കയറാമെന്ന് കരുതിയത്. നമ്മൾ വീട്ടിലൊക്കെ വെക്കുന്ന ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. ചോറുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, ഫിഷിൻ്റെ ഗ്രേവി, അതുപോലെ അവിയൽ, ബീട്രൂട്ട് തോരൻ അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പപ്പടം, മോര് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങാച്ചാറാണ് ഉണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണേലും എടുത്ത് കഴിക്കാം. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ ഭയങ്കര സ്നേഹമാണ്. നമ്മളോട് വീണ്ടും വീണ്ടും എടുക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പുറകെ നടക്കും. ഞാനെടുത്ത് അവിടെ പോയി ഇരുന്നപ്പോഴാണ് ഏട്ടൻ ഭക്ഷണം എടുക്കാൻ വേണ്ടി പോയത്. ഞങ്ങളാണെങ്കിൽ ഓൾറെഡി വിശന്ന് വലഞ്ഞ് തലവേദനയൊക്കെ എടുത്തു തുടങ്ങിയൊരവസ്ഥയിലാണ് ഈ ഒരു ഷോപ്പിൽ കയറിയത്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെ മീൽസും ബിരിയാണിയും മാത്രമാണ് അവൈലബിൾ എന്ന് തോന്നുന്നു. പിന്നെ മോരൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലാണ് കിട്ടുക. അതുപോലെ ഏട്ടൻ്റെ ബീഫ് ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു എന്നാണ് പറഞ്ഞത്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നല്ല കറുത്ത ബീഫായിരുന്നു. നല്ലോണം വരട്ടിയാലാണല്ലോ ഇങ്ങനെ ഒരു കളറിലേക്കൊക്കെ കിട്ടുക. അതുകൊണ്ട് തന്നെ നല്ല സ്ലോ കുക്ക് ചെയ്ത ബീഫായിരുന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഏത് സ്ഥലത്തേക്ക് പോയാലും അവിടുത്തെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം കണ്ടുപിടിക്കലാണ് ഏട്ടൻ്റെ ഹോബി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫുഡുകളും ട്രൈ ചെയ്യാൻ പറ്റിയത് ഏട്ടൻ്റെ ഒപ്പം കൂടിയതിന് ശേഷമാണ്. ഇത്രയും ചൂടത്തുനിന്ന് കയറി വന്നിട്ട് ഇങ്ങനെ മോര് കുടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷമായിരുന്നു എനിക്ക്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പൊന്താനായിട്ടൊരു മടിയാണ്. കാരണം വെയിലത്തേക്ക് വീണ്ടും ഇറക്കണ്ടേന്ന് ആലോചിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.